ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വർക്കല ബീച്ചിൽ പോയിരുന്നു കേട്ടോ. അങ്ങനെ വർക്കല ബീച്ചൊക്കെ കണ്ടിട്ട് അതിന് ശേഷം ഞങ്ങൾ കായലിൽ പോയിരുന്നേ. അവിടെ കായലിൽ ചെന്നപ്പോഴത്തേക്കും ഒരു 3-4 കടയിൽ നല്ല ഫ്രഷ് മീനൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതിനെ കരിമീനൊക്കെ മേടിച്ച് അങ്ങ് മുന്നോട്ട് പോയ സമയത്ത് കായലിന് തൊട്ടരികിലായിട്ട് ഒരു ചേട്ടൻ നല്ല പിടയ്ക്കുന്ന ഞണ്ടിന് വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങ് പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളങ്ങനെ 3-4 കിലോ ഞണ്ടൊക്കെ വാങ്ങി വീട്ടിൽ വന്നേ. അപ്പോൾ ഇന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം നമുക്ക് ഒരു മിക്സി ജാറിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ കുരുമുളക് ഇല്ലാത്ത കാരണം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല ക്രഷ് ചെയ്ത ശേഷം കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും നമുക്കതിലിട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. പിന്നെ ഞണ്ട് കറിയിൽ വേണ്ട മെയിൻ ഐറ്റം എന്താണെന്ന് അറിയാമല്ലോ, ഞണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മളത് ക്രഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയാണ് കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായി ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അത് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അത് ചൂടായ ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഐറ്റംസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതിൽ സവാളയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് ഇളക്കി ഏകദേശം നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ അത് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അതിൽ കരിഞ്ഞു പോകും. അങ്ങനെ അതിൻ്റെ ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ അകത്തോട്ട് ഞാനൊരു കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അത് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ഞണ്ട് അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് വീണ്ടും അതൊന്നുകൂടെ കവർ ചെയ്ത് വെക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഞണ്ട് ഏകദേശം വെന്തിട്ടുണ്ട്. പിന്നെ അതിൽ വെള്ളം വറ്റാനുള്ളത് കൊണ്ട് വീണ്ടും ഞാൻ കവർ ചെയ്ത് വെച്ചു. പിന്നെ ഞാനത് ഓപ്പൺ ചെയ്തു. പിന്നെ കറി ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് 2 വട്ടം തിളപ്പിച്ചാൽ മതി കേട്ടോ. എനിക്ക് റോസ്റ്റ് വേണ്ടുള്ളത് കൊണ്ട് ഞാൻ ഡ്രൈ ആകുന്നത് വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്